بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ 3 മർത്തബകളിലായി സ്ഥാപിച്ചു. അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. അതിൽ ആദ്യത്തെ മർത്തബ നമ്മൾ പറഞ്ഞു ഇസ്ലാമാണ്. ഇസ്ലാം എന്ന വാക്കിന് അർത്ഥം പറഞ്ഞു, അതിൻ്റെ നിർവചനം പറഞ്ഞു. ഇസ്ലാമിൻ്റെ 5 അർക്കാനുകളും ഉണ്ടെന്ന് പറഞ്ഞു. ആ അർക്കാനുകളിൽ 5 എണ്ണവുമാണ് ദീനുൽ ഇസ്ലാമിൻ്റെ തൂണുകൾ. എന്നാൽ അത് മാത്രമല്ല ഇസ്ലാം. അതല്ലാത്ത അമലുകളിലും സ്വഭാവങ്ങളിലും ഇടപെടലുകളിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളും ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സൽസ്വഭാവം പോലെ, ധർമ്മിഷ്ഠത പോലെ, മറ്റുള്ളവരുമായിട്ടുള്ള ഹുക്കൂക്കുകൾ പോലെ അതെല്ലാം ഇസ്ലാമാണ്. പക്ഷെ ഈ 5 എണ്ണം അതിൻ്റെ ഉസൂലാണ്, അർക്കാനാണ്, തൂണുകളാണ്. ആ അർക്കാനുകളിൽ 1, 2 ഷഹാദത്താണ്. കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള ഷഹാദയും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അതിൻ്റെ ബാക്കി ഭാഗത്തിലുള്ള ഷഹാദത്തും. ഇതാണ് ഇസ്ലാമിൻ്റെ 1ാമത്തെ തൂൺ. അത് പൂർത്തിയാവനോടുകൂടി ഒരാളെ മുസ്ലിം എന്ന് വിളിക്കാം. പിന്നീട് അയാൾ ജീവിതത്തിൽ മരിക്കുന്നത് വരെ കൃത്യമായും ഒഴിവാക്കാതെ ശ്രദ്ധയോടെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് ബാക്കി പറയപ്പെട്ടിട്ടുള്ള തൂണുകളൊക്കെ. ഷഹാദത്തിന്റെ കാര്യത്തിൽ അത് അള്ളാഹുവിന് ഒരു അടിമ കൊടുക്കുന്ന കരാറാണ്. പക്ഷെ ആ കരാറ് സ്വഹീഹാവാൻ, ഖബൂലാവൽ 2ാമതാണ്. സ്വഹീഹാവാൻ ആ ഷഹാദത്തിന്റെ ശുറൂത്തുകളും അർക്കാനുകളും മുബുത്തിനാത്തുകളും ഒക്കെ അറിഞ്ഞ് പാലിച്ച് ശ്രദ്ധിച്ച് വേണം അത് ഉൾക്കൊള്ളാൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ശുറൂത്തുകൾ അഖീദയുടെ ഉലമാക്കൾ രേഖപ്പെടുത്തി 7 എണ്ണം ആണ്. അഥവാ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് നമ്മൾ പറഞ്ഞു അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ, അറിവാണ്. 2ാമത്തേത് പറഞ്ഞു അൽ യഖീനു അൽ മുനാഫി ലിശ്ശക്ക്, സംശയത്തിന് യാതൊരു വകയുമില്ലാത്ത പൂർണ്ണ ഉറപ്പ്. 3ാമത്തേത് പറഞ്ഞു അൽ ഖബൂലു അൽ മുനാഫി ലിർറദ്, ഒരു കാര്യവും തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന മാനസികാവസ്ഥ. അങ്ങനെയായിരിക്കണം ഒരു മുവഹിദ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് എന്തിനെയാണോ ഉൾക്കൊള്ളുന്നത് അതിനെ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന വ്യക്തിയാവണം മുവഹിദ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദ എന്തിനെയാണോ ഉൾക്കൊള്ളുന്നത് അതെന്ത് തന്നെയായാലും ഏത് സാഹചര്യത്തിലും നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സ്വീകരിക്കുന്നവനായിരിക്കണം മുവഹിദ്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു സംഭവത്തിലാണ്. എന്താണ് ഖബൂൽ എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നു, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. ഒരു സത്യവിശ്വാസിയായ ആണിനോ ഒരു വിശ്വാസിനിയായ പെണ്ണിനോ അനുവാദമില്ല എന്തിന്? റദ്ദ് ചെയ്യാൻ. ഖബൂലിന്റെ വിപരീതമാണ് റദ്ദ്, തള്ളാൻ, ഒഴിവാക്കാൻ അനുവാദമില്ല. എന്തിന്?
ഇദാ ഖദല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും തീരുമാനിച്ചു കഴിഞ്ഞാൽ, അംറൻ, ഒരു കാര്യം, എന്തിനനുവാദമില്ല, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ തന്നെയാണെങ്കിലും സ്വന്തം ഒരു അഭിപ്രായം മാനിച്ച് അള്ളാന്റെയും റസൂലിന്റെയും ഖദാഇനെ റദ്ദ് ചെയ്യാൻ അനുവാദമില്ല. ഖബൂൽ ചെയ്തോളണം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്റെ സാഹചര്യത്തിന് ചേർന്നല്ല, എന്റെ ഹവ അങ്ങനെയല്ല പറയുന്നത്, എന്ത് തന്നെയായാലും അനുവാദമില്ല. വമൻ യഅസില്ലാഹ വറസൂല, എന്നിട്ടും ആരെങ്കിലും അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും എതിരെ കാണിച്ചാൽ ഫഖദ് ضل ضلالا മുബീന, അവൻ വ്യക്തമായ വഴികേടിലാണ്. കാരണം അവന്റെ ഷഹാദത്തിന്റെ ഷർത്ത് ബാത്തിലായി പോയിരിക്കുന്നു. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പറയുമ്പോൾ തഫ്സീറിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, ആരുടെ ഭാര്യ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ, എന്നാൽ ആദ്യം സൈദിൻ കല്യാണം കഴിച്ച ആൾ. കല്യാണ ആലോചന വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. സൈനബ് പറഞ്ഞു പറ്റൂല. കാരണം സൈനബ് ഖുറൈശിയാണ്, സൈദ് അടിമയാണ്. അപ്പൊ ഖുറൈശിയായ ഒരു വനിതക്ക്, ഒരു തറവാട്ടുകാരിക്ക്, ഊരും പേരും ഒന്നുമില്ലാത്ത എവിടെന്നോ മക്കാര് പണ്ട് കൊള്ളയടിച്ച് കൊണ്ടുവന്ന കൂട്ടത്തിൽ വന്ന ആളാണ് സൈദ്. അത് ഖദീജ ബീവിന്റെ ഭർത്താവ് വാങ്ങി. കല്യാണം കഴിഞ്ഞപ്പോ ഖദീജ ബീവിക്ക് ഭർത്താവ് സമ്മാനം കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ഖദീജ വന്നപ്പോൾ ഭർത്താവിന് എന്ത് ചെയ്തു? ഖദീജ കൊടുത്ത ആളാണ് ഈ സൈദ്. അങ്ങനെയാണ് സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് മക്കത്ത് ആദ്യകാലത്ത് അറിയപ്പെട്ടത്, മുഹമ്മദിന്റെ മകൻ. പിന്നെ അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ ആയത്തിറക്കി, ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്, നിങ്ങൾ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ വിളിക്കണം, അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ നീതിപരമായ തീരുമാനം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ പേര് മാറ്റി, മുഹമ്മദ് ബിൻ സയ്യിദ് ബിൻ ഹാരിസ എന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. സഹാബാക്കളെല്ലാം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളല്ലാതെ നമ്മളുടെ മക്കളാവൂല. ഈ ദത്തെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അവിടെ വരുന്ന വലിയൊരു പ്രശ്നം, ഒരു ആള് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു, ആരുടെയോ കുഞ്ഞിനെ. പക്ഷെ നമ്മളെ ഭാര്യ ആ കുഞ്ഞിന് മുലപ്പാല് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ വളർന്നു വലുതാവനോടുകൂടി ഭാര്യ അവന് അജ്നബിയാണ്, മഹറമാവൂല. പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് പ്രായമെത്തലോടുകൂടി നമ്മൾ അവൾക്ക് അജ്നബിയായി, മഹറമാവൂല. പക്ഷെ അധികാരം ശ്രദ്ധിക്കലില്ല. അതുകൊണ്ട് ദത്തെടുക്കൽ പരിപാടിയില്ല. മുലകുടി ബന്ധത്തിലൂടെ മക്കളാക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, അത് വേറെ കാര്യം. ഇനി കല്യാണം കഴിഞ്ഞ് നോക്ക്, ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഉമ്മത്തിൽ പൊതുവേ ഉള്ളതാണ്. കല്യാണം കഴിഞ്ഞ പെണ്ണ് അവരുടെ പേരിനോടൊപ്പം പിന്നീട് ചേർക്കുന്നത് ഭർത്താവിന്റെ പേരായിരിക്കും, പാടില്ല. കാരണം അങ്ങനത്തെ ഒരു ബന്ധം ഭർത്താവുമായിട്ട് ആ പെണ്ണിനില്ല. ഒറ്റ ഒരു വാക്കിന്റെ ബന്ധമേ ഉള്ളൂ, ഒറ്റ വാക്കിൽ ഇത് പിരിയുകയും ചെയ്യും. ഖബിൽതു മിൻക നികാഹഹ, അവളെ ഭാര്യയായി ഞാൻ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചു, ഭാര്യയായി, ഭർത്താവായി. എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ വന്നു, തല്ലഖ്തുകി, ഞാൻ നിന്നെ തലാഖ് ചെയ്തു, ഖലാസ്, അവിടെ കഴിഞ്ഞു. പക്ഷെ ഉപ്പയിലേക്ക് ചേർത്തിട്ടേ വിളിക്കപ്പെടാവൂ. സയ്യിദ് പിന്നീട് സ്വന്തം ഉപ്പയിലേക്ക് ചേർത്ത് വിളിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ നിർബന്ധിച്ചു. സൈനബ് 2-3 പ്രാവശ്യം പറഞ്ഞു എനിക്ക് പറ്റൂല. അപ്പൊ അള്ളാഹു ആയത്തിറക്കി, അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. എനിക്ക് തൃപ്തിയാണോ തൃപ്തിയില്ലേ, അത് എന്റെ വിഷയമല്ലേ, എന്റെ വ്യക്തിപരമായ കാര്യമില്ലേ. പിന്നെ എന്താ പറയാ, എന്ത് ചോയ്സ്, മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ്. അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്ന് ദുനിയാവിലില്ല. അള്ളാന്റെ അടിമയാണെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ എനിക്കൊരു ചോയ്സും ഇല്ല, എന്റെ റബ്ബിന് മാത്രമേ ഉള്ളൂ. ഒരങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോയിക്കോളണം, ഓനിരിക്കാൻ പറഞ്ഞാൽ ഇരുന്നോളണം, ഓൻ മറക്കാൻ പറഞ്ഞാൽ മറിച്ചോളണം, ഒരടക്കാൻ പറഞ്ഞാൽ അടച്ചോളണം. അതിനപ്പുറത്ത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാണ് തൗഹീദിന്റെ കലിമത്തിന്റെ ശുറൂത്തുകളിലൊന്ന്, അൽ ഖബൂൽ. അവിടെ റദ്ദിന്റെ പരിപാടിയേ ഇല്ല. സൈനബ് സ്വീകരിച്ചു. കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് എന്തായി? തലാഖുമായി. അത് വേറെ കാര്യം. പക്ഷെ ഖബൂൽ ചെയ്തു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അറാബി വന്നു.
അങ്ങനെ ആറാബി ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ സഹാബാക്കളടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്. ഒരു ദിവസം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് ബഅദ സ്വലാത്തിൽ അസ്ർ. അസ്ർ നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫദഖല അഅറാബിയ്യുൻ, ഒരു അറാബി പ്രവേശിച്ചു. ഖായിലൻ, പള്ളി കയറി വന്നിട്ട് അറബി ഇങ്ങനെ പറഞ്ഞു, ഐന ബിനു അബ്ദുൽ മുത്തലിബ്, എവിടെ അബ്ദുൽ മുത്തലിബിന്റെ മോൻ? അപ്പൊ അറിയില്ല, ആളാരാന്ന് അറിയില്ല. ഖാലു, അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഹുവ ദാക റജുലുൽ അബിയദുൽ അംഹഖുൽ മുർതഫഖ്. റസൂലുള്ളാഹി തങ്ങളുടെ ആ രൂപലാവണ്യം വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞ ആയിരിക്കുന്ന ഈ വർണ്ണനകളൊക്കെയുള്ള ആളാണ്. ഫദഖല ഫവഖഫ അലാ റഅസിൽ മുസ്തഫ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം അടുത്ത് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു. എന്നിട്ട് അയാൾ വിളിച്ചു, യാ മുഹമ്മദ്. സഹാബാക്കൾ അങ്ങനെ വിളിക്കൂല, അങ്ങനെ വിളിക്കാനും പാടില്ല. പക്ഷെ അറാബികൾ എന്ത് ചെയ്യും? അങ്ങനെ വിളിക്കും. അറാബികൾ അങ്ങനെ വിളിച്ചാൽ അതേ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയും ചെയ്യും. അവിടെ വലിയ പാടെന്താ അറിയോ? ഹുസ്നുൽ ഖുലുഖ് പഠിപ്പിച്ചതാണ്. നമ്മളോട് ആരാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരുടെ നിലയും വിലയും അനുസരിച്ച് മനസ്സിലാക്കി വേണം തിരിച്ചവരോട് മറുപടി പറയാൻ. ചിലപ്പോ അങ്ങനത്തെ ഒരാളായിരിക്കും, നമ്മൾ വലിയ ഇസ്സത്തും വലിയ തറവാടിയെല്ലാം ഉണ്ടാവും. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ വന്നിട്ട് നമ്മളോട് എന്തുണ്ടാ ചിലപ്പോ നമുക്ക് ദേഷ്യം പിടിക്കും. പക്ഷെ ആ ചോദിച്ചത് ആരാണ്, അയാൾ അങ്ങനെയേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്തരം പറഞ്ഞാൽ സംഭവം ക്ലിയറായി. ആ രീതിയിലാണ് റസൂലുള്ളാഹി തങ്ങൾ അറാബികളെ കൈകാര്യം ചെയ്തത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അജബ്തുക്, ഞാൻ തന്നെയാണ്, എന്താ വേണ്ടത് പറഞ്ഞോളി. ഖാല ഇന്നി സായിലുക്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കുറച്ച് കടുപ്പമുള്ള ചില സംഗതികളാണ്. അറബ് പറയാൻ ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, ഞാൻ കടുപ്പപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ. ഖാല സൽമ ബദാലക്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ഖാല അറാബി, അപ്പൊ അറാബി ചോദിച്ചു, മൻ റഫഅ അസ്സമാ, ആകാശങ്ങളെ ഇങ്ങനെ മുകളിൽ ഉയർത്തി വെച്ചവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തക്കിഅൻ, ചാരിയിരിക്കുകയാണ് പള്ളിയിൽ. ഖാല അല്ലാഹ്, ഒറ്റ മറുപടി. വഖാല അറാബി മൻ ബസത അർദ, ഭൂമിയെ ഇങ്ങനെ വിരിച്ചവൻ ആരാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ്. ഖാല അറാബി വനസബൽ ജിബാൽ, പർവ്വതങ്ങൾ ഇങ്ങനെ കുത്തനെ നാട്ടി നിർത്തിയത് ആരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ്. മറുപടി ഒറ്റ വാക്കിൽ. ഖാല അറാബി, അപ്പൊ അറാബി പറഞ്ഞു, അസ്അലുക ബില്ലദീ റഫഅ അസ്സമാഅ വബസത അർദ വനസബ ജിബാല അല്ലാഹു അർസലക ഇലൈനാ റസൂല, ആകാശത്തെ ഉയർത്തുകയും ഭൂമിയെ പരവതാനി പോലെ വിരിക്കുകയും പർവ്വതങ്ങളെ ആണിയാക്കുകയും ചെയ്ത ആ അല്ലാഹുവിനെ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹുവിന് സത്യമായിട്ടും അർസലക ഇലൈനാ റസൂല, അവൻ നിങ്ങളെ നമ്മൾ റസൂലായിട്ട് അയച്ചിട്ടുണ്ടോ എന്നാണ് അറബി ചോദിച്ചു. ഫഹ്മറ വജ്ഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വതറബ്ബ, റസൂലുള്ളാഹിയുടെ മുഖത്തൊരു ചുവന്ന നിറം പ്രകടമായി, ദേഷ്യം പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലാണിത്, കയ്യിൽ സംശയം പ്രകടിപ്പിച്ച് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് ഒരു ചുവന്ന നിറം വന്നു, ദേഷ്യം വന്നു. വഖാൽ അല്ലാഹുമ്മ നഅം, റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, അതെ അല്ലാഹു ആണ് അവൻ എന്നെ റസൂലായി നിയോഗിച്ചിട്ടുണ്ട്. ഖാല അറാബി, അപ്പൊ അറാബി പറഞ്ഞു, അല്ലാഹു അമറക ബി അൻ തഅമുറനാ ബി ഖംസി സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാത്രിയിലും പകലുമായി 5 നേരം നിസ്കരിക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ടോ? ഖാല അല്ലാഹുമ്മ നഅം, റസൂലുള്ളാഹി പറഞ്ഞു അതെ. വഅഖദ യസ്അലുഹു, അങ്ങനെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എത്രത്തോളം അറിയോ? പിന്നെ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട 5 എണ്ണവും ഇതേപോലെ ചോദിച്ചു, അള്ളാഹു കൽപ്പിക്കുന്നുണ്ടോ? എല്ലാത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ മറുപടിയും പറഞ്ഞു. അവസാനം സുമ്മ ഖാല ഫിൽ അഖീർ, അവസാനം അറാബി പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, കലിമ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ അസീദു അലാ മാ സമിഅതു വലാ അൻഖുസ്, ഇപ്പൊ നിങ്ങൾ എന്നോട് അതെ 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 എന്ന് പറഞ്ഞല്ലോ, അതിൽ മാത്രം ഞാൻ ചെയ്യും, അതിലൊന്നും അങ്ങോട്ട് കൂട്ടുമില്ല, അതിലൊന്നും ഞാൻ കുറക്കില്ല. നിങ്ങൾ അന്ന് നിർബന്ധമാക്കിയത് പറഞ്ഞു, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇത് ഞാൻ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയാം, അന
ദിമാം ഇബ്നു സഅലബ അഖൂ ബനി സഅദ് ഇബ്നു ബക്കർ. അറബി മൂപ്പരെ പേരും റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു. സുമ്മ വല്ല, എന്നിട്ട് പോയി. ഇത്രയും പറഞ്ഞു, സംഭവം കഴിഞ്ഞു, അദ്ദേഹം പോയി. فالتفت عليه الصلاة والسلام إلى أصحابه يتبسم. പോയി കഴിഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ നേരെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, മൻ സർറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ. സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽപ്പെട്ട ആരെയെങ്കിലും കാണണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആശിക്കുന്നെങ്കിൽ ഇതാ ആ പോകുന്ന ആളെ നോക്കിക്കോളൂ. എന്താ കാരണം? അയാളോട് പറഞ്ഞതിന് അയാൾ കബൂൽ ചെയ്തു. ഒന്നിനും എന്താക്കിയില്ല, റദ്ദാക്കിയില്ല. അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ആ ശരി, ഓക്കെ. അങ്ങനെ 5 കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അസീദു വലാ അൻഖുസ്. ഇതിലൊന്നും ഞാൻ കൂട്ടൂല്ല, ഇതിലൊന്നും ഞാൻ കുറക്കൂല്ല. അതാണ് ഖബൂൽ. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം സമിഅനാ വ അതഅനാ. അയാളെ ചൂണ്ടി റസൂലുള്ളാഹി പറഞ്ഞത് മിൻ അഹ്ലിൽ ജന്ന. കാരണം അയാൾ ഷഹാദയുടെ ഈ ഖബൂൽ എന്ന നിബന്ധന പാലിച്ച വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നതാണ് വിഷയം. അള്ളാഹു പറഞ്ഞതും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതും സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കലിമയുടെ നിബന്ധനയിൽ അപകടം സംഭവിച്ചിരിക്കുന്നു. ഷർത്ത് പോയാൽ ഏതൊന്നിന്റെ ഷർത്താണോ പോയത് അത് സഹീഹാവൂല. സഹീഹാവാത്തതിന് അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. വിഷയം നിസ്സാരമല്ല. നിസ്കാരം തൊട്ട് അങ്ങോട്ടുള്ളതല്ല വിഷയം, അതിന് മുമ്പിലുള്ള ഷഹാദയാണ് വിഷയം. അതുകൊണ്ടല്ല അള്ളാഹു പറഞ്ഞത്, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. സൂറത്ത് യൂസുഫ്. നിങ്ങൾ എത്ര അത്യാഗ്രഹം കാണിച്ചാലും നബിയെ അധികം ആളുകളും മുഅ്മിനായിരിക്കില്ല. കാരണം ഇത് പാലിച്ചവനെ മുഅ്മിൻ എന്ന് പറയുള്ളൂ. അപ്പൊ വളരെ ചുരുക്കം മാത്രമേ മുഅ്മിനീങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വർഗത്തിലായിരിക്കുമോ ആള് കൂടുതൽ, നരകത്തിലായിരിക്കും? നരകത്തിലായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വർഗത്തിൽ ആണുങ്ങളാണോ കൂടുതൽ, പെണ്ണുങ്ങളാണോ? സ്വർഗത്തിൽ പറയാം, സഹാബാക്കൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു ചർച്ച മദീന പള്ളിയിലുണ്ടായി. സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, ആരായിരിക്കും സ്വർഗത്തിൽ കൂടുതൽ, ആണാണോ പെണ്ണാണോ? റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താണ്? റഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. നരകത്തിൽ ഞാൻ ഏറ്റവും അധികം കണ്ടത് പെണ്ണിനെയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പെണ്ണ് കുറവ് എന്ന് പറഞ്ഞിട്ടില്ല. ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു സഹാബി നോക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വയസ്സനായി ഒരു മൂലക്ക് ഇങ്ങനെ ചാരിയിരിക്കുന്നു. അപ്പൊ സഹാബി പറഞ്ഞു, ഇതാ അബൂ ഹുറൈറ, അദ്ദേഹം കൂടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ വെറുതെ ചർച്ച ചെയ്ത് സമയം കളയുന്നു? അങ്ങോട്ട് പോയി ചോദിച്ചാൽ പോരെ. ഇവരൊക്കെ ചെന്നു ചോദിച്ചു, ആരാണ് സ്വർഗത്തിൽ കൂടുതൽ, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പെണ്ണുങ്ങൾ. സ്വർഗത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ കൂടുതൽ. അതിന് കാരണം കേട്ടോ, പെണ്ണുങ്ങളാണ് കൂടുതൽ. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പുരുഷന്റെ കൂടെ എത്ര ആളുണ്ടാവും? 2 ആളുണ്ടാവും. ഇവിടെ അല്ലേ സമ്മതിക്കാത്തേ ഉള്ളൂ. ആടുന്ന് പിടിച്ചൊക്കെ പറ്റൊന്നുമില്ലല്ലോ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ കൂടെ സ്വർഗവാസികളായ സ്ത്രീകളും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് സ്വർഗത്തിൽ ആരായിരിക്കും കൂടുതൽ? പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ. മനുഷ്യ സ്ത്രീകൾ വെച്ച് നോക്കിയാൽ നരകത്തിലായിരിക്കും കൂടുതൽ പെണ്ണുങ്ങൾ. അതിന് കാരണം എന്താ? 2 പ്രധാനപ്പെട്ട കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് രണ്ടും ഇന്ന് നമ്മളെ പെണ്ണുങ്ങൾക്കിടയിൽ സുലഭം, വ്യാപകം. ഒന്ന്, ഒരു അൻസാരി വനിത എഴുന്നേറ്റു, യാ റസൂലല്ലാഹ് ബിമാ. അതെന്താ റസൂലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്താ പെണ്ണുങ്ങൾ നരകത്തിൽ കൂടാൻ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന്, യക്ഫുർനൽ അശീറ. ഭർത്താവിന്റെ നന്മകൾ അവർ പെട്ടെന്ന് അങ്ങ് മറന്നു കളയും. അല്ലേ? ഒരു 100 നന്മ ചെയ്തു, 101ാമത്തെ പ്രാവശ്യം എന്തോ ഓക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു പോയി. അപ്പൊ എന്താ പറയാ? മാ ഫഅൽത ലീ ഖൈറൻ ഖത്തു. നിങ്ങൾ എപ്പോ ഇങ്ങനെ തന്നെ, എനിക്കൊന്നും ചെയ്തിരുത്തില്ല. ഇതാണ് പെണ്ണിന്റെ സ്വഭാവം. നിങ്ങളത് ഇങ്ങനെ ചിരിക്കുന്നു, പെണ്ണുങ്ങൾ കാണണ്ട ചിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ്. നല്ലതല്ല, നല്ലതല്ല. ഭർത്താവിന്റെ നന്മകൾ, തിന്മകൾ ഉണ്ടാവും, തിന്മയില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. പക്ഷെ
ആ നന്മകൾ കൊണ്ട് ആ തിന്മയെ മൂടിക്കൊണ്ട് വേണം ഇടപെടാൻ. അതാണ് നല്ല സ്വർഗവാസികളായ സ്ത്രീകളുടെ സ്വഭാവം. ഭർത്താവിന്റെ തിന്മ എണ്ണിപ്പറയുന്നതിന് പകരം നന്മ. നമ്മളൊന്നും ഓളെ ഉപദേശിച്ചാൽ മതി. പിന്നെ ഒരു ഉപദേശിക്കാൻ വന്ന ആള് നിങ്ങൾ ഇങ്ങനല്ലേ, നിങ്ങൾ അങ്ങനല്ലേ, നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടേ മറ്റേതാക്കിയിട്ടേ എല്ലാം പോയി. അത് പെണ്ണിന് കൂടുതലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ശാപവാക്കുകൾ അധികരിപ്പിക്കും. അതങ്ങനെ ആയിപ്പോട്ട് ഇങ്ങനെ ആയിപ്പോട്ട്. ദേഷ്യം പിടിക്കുമ്പോൾ പെണ്ണുങ്ങൾ രണ്ട് അയൽവാസികളായ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങൾ ചൂടായാൽ മതി. അന്നേരം കേൾക്ക ഈ വർത്താനം, നീ എങ്ങനെ ആയിപ്പോയിട്ടടി, അതുകൊണ്ടല്ലേ നീ എങ്ങനെ ആയിനി, അതുകൊണ്ടല്ലേ എന്റെ മോൻ എങ്ങനെ ആയിനി. ഈ വർത്താനം ഇവർക്ക് കൂടുതലായിരിക്കും. ഈ രണ്ട് ദുസ്വഭാവമാണ് ഒരു പെണ്ണിനെ നരകത്തിൽ ഏറ്റവും അധികം പ്രവേശിപ്പിക്കുന്നത് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞെന്ന് എന്തിനാ? ഇവിടെ നമുക്ക് അടിപിടിക്കാനും ടെൻഷൻ അടിക്കാനും അല്ല, ആ സ്വഭാവം മാറ്റിയിട്ട് അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീം കിട്ടി ഇറങ്ങി വന്നു, പേടിച്ചിട്ട് പുതപ്പിച്ച് കിടത്തി. അപ്പൊ പറഞ്ഞെന്താണ്? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദൻ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ പാഴാക്കൂല, നിന്ദനാക്കൂല. കാരണം നിങ്ങൾ ഇന്ന മെച്ചപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയാണ്. അത് കാണാൻ കഴിയണം പെണ്ണിന്. ഇപ്പൊ നമ്മൾ പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ പഠിപ്പിച്ച് കോളേജിലും വിട്ട് യൂണിവേഴ്സിറ്റിയിലും വിട്ട് ഡിഗ്രിയാക്കി ഇതും കൊടുത്ത് നമ്മളെല്ലാം നമ്മളെ മക്കളെ എന്താക്കി? മോശമാക്കി. ഇപ്പൊ അവർക്ക് രണ്ട് കാലിൽ നിൽക്കാനുള്ളൊരു ധൈര്യമുണ്ട്, ശമ്പളമുണ്ട്, ജോലിയുണ്ട്. നീ എന്തായാലും എന്താടാ ഞാൻ നിന്നെ തലാക്കല്ലോ, ആ തലാക്കല്ലിട്ട് പോയിക്കോ. ആ രീതിയിലായി. കോഴിക്കോട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ വരെ നമുക്ക് നേരത്തെ ഇന്നലെ ഇങ്ങനെ വരുമ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ അവിടുത്തെ അവസ്ഥകൾ പറയുമ്പോൾ ആളുകൾ പറഞ്ഞു പെൺമക്കൾ വലിയ അപകടത്തിലാണ്, അവർക്ക് കല്യാണം വേണ്ടെന്ന് പറയും. ഒരു 25-26 വയസ്സാവട്ടെ, ജോലിയെല്ലാം ആവട്ടെ, എന്നിട്ട് മതിയിൽ. ഇനി അങ്ങനെ കെട്ടിയെന്നെ വെച്ചോ, മാപ്പിള വെച്ചുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, എനിക്ക് പോലെ വേണ്ട, പോയിക്കോട്ടെ, ഞാൻ ഇങ്ങോട്ട് പോയിക്കോളാം. ഉപ്പ അമ്മാവിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഒരു മീസാൻ ഉണ്ട്. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞു മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അള്ളാഹു ദുനിയാവിൽ ഇങ്ങനെ രണ്ട് ത്രാസിന്റെ തട്ടുകൾ പോലെ ആക്കിയിട്ടാണുള്ളത്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ പൊളിയും. അതിന് അള്ളാഹു വെച്ചിരിക്കുന്ന ആ മീസാൻ അത് പൊളിയാണ്ട് ശ്രദ്ധിച്ചോളണം. പക്ഷെ നമ്മളായിട്ട് ഇതിനെ പൊളിക്കുകയാണ്. അപകടമാണ്. ഒരാണിന് ഭർത്താവ്, ഒരു പുരുഷന് പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റൂല, പെണ്ണിന് പുരുഷനില്ലാതെയും. അത് അള്ളാഹുവിന്റെ സംവിധാനം, മീസാൻ അങ്ങനെയാണ്. അതിന് നമ്മൾ നമ്മളുടെ ഹവക്ക് വേണ്ടി മാറ്റിയാൽ താറുമാറാവും. ഒരു സമാധാനം. ഇപ്പം ആരോഗ്യവും ജോലിയും നാടും ചങ്ങാഴ്ചി കൂട്ടുകാരി സംഘടന മറ്റേ വലുതെന്ന് പറയാ കൂട്ടായ്മക്ക് അസോസിയേഷൻ അതെല്ലാം ഉണ്ടാവും. തൊണ്ടിയായി തൊണ്ടനായി ആരോഗ്യം പോയി രാവിലെ എണീച്ച് നിൽക്കുമ്പോൾ തന്നെ ഇത് എവിടെയാ അപ്പൊ ഇത് കുളവണ്ണയല്ല സിറ്റിയാന്ന് ചോദിച്ചു പോകും. ഉറങ്ങിയെണീക്കുമ്പോൾ ഒന്നും തിരിയില്ല, ഇത് പോയിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ കൂടെ ആരും ഉണ്ടാവില്ല. അന്നേരം ഒരു ഒറ്റക്കിരുന്ന് ഖേദിച്ചിട്ടും നോക്കിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഖൈർ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതാണ് ഖബൂൽ എന്നാണ് ഈ പറഞ്ഞു വന്നത്. സ്വീകരിക്കുക, റദ്ദ് ചെയ്യാതിരിക്കുക, അത് കലിമത്തിന്റെ ശുറൂത്തുകളിൽ പെട്ടതാണ്. ഇനി ഒരാൾ അഥവാ ഈ ഖബൂൽ എന്ന നിബന്ധന പാലിക്കാതിരുന്നാൽ, അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറ 137, ഖുൽ ആമനൂ ബില്ലാഹി ബിമിസ്ലി ഖുൽ ആമനൂ ബിമിസ്ലി ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. അവരെങ്ങനെയാണോ വിശ്വസിച്ചത്, അവരാരാ? സഹാബാക്കൾ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കൂ, വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൂ, അവരെന്താവും? സന്മാർഗത്തിലാവും. വഇൻ തവല്ലൗ, അതിൽ നിന്ന് പിന്മാറിയാൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ പരാജയത്തിലായിരിക്കും. മാത്രമല്ല അല്ലാഹു പറഞ്ഞു ഖുൽ അത്തിഉല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, അഥവാ ഖബൂൽ ചെയ്യുക, റദ്ദ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യില്ലെങ്കിലോ ഫഇൻ തവല്ലൗ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അങ്ങനെ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. കാഫിർ എന്നാ അല്ലാഹു പറഞ്ഞു. ആരെ? ഖബൂൽ ചെയ്യാത്തവനെ. ഇതാഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്ന് പറഞ്ഞ വാക്ക് എന്താ? ഫഇന്നല്ലാഹ ലാ യുഹിബ്ബു അൽ കാഫിരീൻ, അഥവാ ഖബൂൽ ചെയ്യാത്തവന്റെ ഷഹാദ ബാത്തിലാണ്, ഓൻ കാഫിറാണ്, അവരെ അല്ലാഹു എന്തല്ല? ഇഷ്ടമല്ല. ഇത് സൂറ അൽ ഇംറാൻ 32. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു وَإِن تَتَوَلَّوْا يَسْتَبْدِلْ قَوْمًا غَيْرَكُمْ ثُمَّ لَا يَكُونُوا أَمْثَالَكُمْ.
കബൂൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ ഞാൻ മാറ്റിക്കളയും, പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അവർ നിങ്ങളെപ്പോലെ ആയിരിക്കൂല, അഥവാ നിങ്ങളെപ്പോലെ നിബന്ധന പാലിക്കാത്തവരായിരിക്കൂല, നിബന്ധന പാലിച്ച മുഅ്മിനീങ്ങളായിരിക്കും. ഇതാണ് ഒരു ഷർത്ത്, അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു. അടുത്തത് അൽ ഇൻഖിയാദു, അതാണ് നാലാമത്തെ ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നാലാമത്തെ ഷർത്ത് അൽ ഇൻഖിയാദു. എന്താ ഇൻഖിയാദിന്റെ അർത്ഥം? അർപ്പണം. അർപ്പണം. ഒരു വിഷയത്തിൽ ഞാൻ ഇതാ എന്നെ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയലെപ്പോഴാ? ഒരു ഉദാഹരണം പറയാം. ദുആഉൽ ഹമ്മി വൽ ഹുസ്ൻ. ഏതാണ് ദുആ? അല്ല, അതല്ല, ഇതല്ല. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക്. ഇതാണ് ശരിക്കുള്ള ഇൻഖിയാദ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മോനാണ്. വബ്നു അമതിക്, നിന്റെ അടിയാത്തിയുടെ മോനാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഞാനും അടിമ, എന്റെ ഉപ്പയും അടിമ, എന്റെ ഉമ്മയും അടിമ. നാസിയതി ബിയദിക്, എന്റെ പിടുത്തം നിന്റെ കൈമലാണ്. മാദിൻ ഫിയ ഹുക്മുക്, എന്റെ ജീവിതത്തിൽ കഴിയുന്ന എല്ലാം നിന്റെ വിധിയാണ്, വേറൊന്നുമല്ല. അദ്ലുൻ ഫിയ ഖദാഉക്, നീ എന്ത് വിധിച്ചാലും അതൊക്കെയും നീതിപൂർണവുമാണ്, എനിക്കൊരു പരാതിയില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വന്തത്തെ അർപ്പിക്കൽ കലിമയുടെ നിബന്ധനയാണ്, ഷർത്തിൽപ്പെട്ടതാണ്. അതന്നെ അല്ലാഹുമ്മ عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇത് ചെയ്താൽ നിന്റെ സങ്കടം അല്ലാഹു മാറ്റി പകരം സന്തോഷം തരും. ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബി പറഞ്ഞു, എനിക്ക് അങ്ങനെ കിട്ടി, എന്റെ വിഷമം മാറി, പകരം അല്ലാഹു സമാധാനം തന്നു. അതിനുള്ള ദുആയാണ് ഈ ദുആ. അതിന്റെ ആദ്യ ഭാഗത്തുള്ള ആ വാക്കുകളാണ് അൽ ഇൻഖിയാദ്, അർപ്പണം. എന്ത് കൽപ്പന വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തു സുമർ 54, വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു. വഅനീബൂ, നിങ്ങൾ മടങ്ങുക, ഇലാ റബ്ബികും, നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിയിട്ടോ, വഅസ്ലിമൂ, നിങ്ങൾ അർപ്പിക്കുക, ലഹു, അവന് വേണ്ടി നിങ്ങളെ. ഖുർആൻ ഷരീഫിൽ ഇൻഖിയാദിന്റെ ഉദാഹരണമായി അള്ളാഹു പറഞ്ഞു തന്ന ഖിസ്സകളിൽ ഏറ്റവും മനോഹരമായ ഖിസ്സ ആരുടേതാ? ഇബ്രാഹിം നബിന്റെ അൽ ഇൻഖിയാദ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അങ്ങോട്ട് ചിന്തിക്കുന്നില്ല, ഇങ്ങോട്ട് ചിന്തിക്കില്ല. അതിലൊന്നേതാ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹാജറ പ്രസവിച്ചു, ഇസ്മായിൽ കുഞ്ഞാണ്. അപ്പൊ ആദ്യമാരെ സാറക്ക് പ്രശ്നമായി, രണ്ടാമത്തേനെ കെട്ടിച്ചതാരാ? സാറ. അതുകൊണ്ട് ഇനി ആദ്യത്തെ ഓള് നമ്മൾ രണ്ടാമത് കെട്ടിച്ചാലും എന്ത് ചെയ്യണ്ട, വിശ്വസിക്കണ്ട, എപ്പം മാറാനും ചാൻസ് ഉണ്ട്. ഹാജറ പ്രസവിച്ചപ്പോ സാറാക്ക് എന്തായി? പ്രശ്നമായി. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഹാജറിനെയും ഇസ്മായിലിനെയും കൂട്ടി മക്കത്തേക്ക് പോയിക്കോളൂ. അന്നത്തെ മക്ക താരീഖിന്റെ കിതാബിൽ കാണാം. ഇന്നിപ്പം നമ്മുടെ മക്കത്ത് താഴെ നിന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന എന്താ? ക്ലോക്ക് ടവറും അനുബന്ധ ബിൽഡിങ്ങുകളും 24 മണിക്കൂറും പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ആ രാജ്യം. അതല്ല അന്നത്തെ മക്ക. അന്നത്തെ മക്കൾ കാണണമെങ്കിൽ ക്ലോക്ക് ടവറിന്റെ മുകളിൽ കയറിയിട്ടൊന്ന് നോക്കിയാൽ തിരിയും. മലകളെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഗ്രാമം, അതാണ് മക്ക. മലകൾ മാത്രമേ ഉള്ളൂ, ഇലയുമില്ല, മരവുമില്ല, വെള്ളവുമില്ല, കിണറുമില്ല, കുളവുമില്ല, ഒന്നുമില്ല. അതില്ലാത്തതുകൊണ്ട് എന്തുമില്ല, ജീവജാലങ്ങൾ വരെയില്ല, പക്ഷികൾ വരെയില്ല. അതാണ് അന്നത്തെ മക്ക. വീറാൻ, വെറും ഈ പാറക്കെട്ട് മാത്രം, വേറൊന്നുമില്ല. അന്നത്തെ ഷാമിലെ സിറിയയിലെ വലിയ വലിയ കച്ചവട സംഘങ്ങൾ പോലും
യാത്ര ചെയ്തത് മക്കയെ ഒഴിവാക്കിയിട്ടാണ്. കാരണം അവിടെ തമ്പടിക്കാൻ പറ്റൂല, തമ്പടിച്ചാൽ തന്നെ വെള്ളം കിട്ടൂല. അങ്ങനത്തെ അവിടെയാണ് ആകെ രണ്ട് മനുഷ്യ ജന്മങ്ങൾ, ഹാജറും ഇസ്മായിലും. അവിടെ കൊണ്ടാക്കിയിട്ട് പോയതോ സ്വന്തം ഭർത്താവും സ്വന്തം ഉപ്പയുമായ ഇബ്രാഹിം. ഹജറ ബീവിന്റെ തിരിച്ചുള്ള ചോദ്യത്തിനുണ്ടത്, യാ ഇബ്രാഹിം, എങ്ങോട്ടാ ഇത്? ഒരു തോൽസഞ്ചിയിൽ കുറച്ച് ചീത്തപ്പഴമുണ്ട്, വേറൊരു തോൽസഞ്ചിയിൽ പിന്നെ വെള്ളമുണ്ട്. ഇത് തീരും, നമ്മൾ എന്താക്കും? നിങ്ങൾ പോവാണോ? മിണ്ടുന്നില്ല, ആള് പോവാണ്. രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു, മിണ്ടുന്നില്ല. നാലാമത്തെ പ്രാവശ്യം ഹാജർ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇങ്ങനെ നമ്മളെ ഇവിടെ ആക്കിയിട്ട് പോവാൻ നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതാണോ? അവിടെ നിന്നു നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നഅം അല്ലാഹു അമറനി, അതെ അള്ളാഹു കൽപ്പിച്ചതാണ്, മഅസ്സലാമ, പോയി. ഇതാണ് ഇൻഖിയാദ്. നമുക്ക് പറ്റുമോ? എയർപോർട്ടിൽ ആക്കിയിട്ട് വരാൻ കഴിയുന്നുണ്ടോ മക്കളെ ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്? ഇതാണ് ഇൻഖിയാദ്. നമുക്ക് അള്ളാഹു അങ്ങനത്തെ പരീക്ഷണം തരാതിരിക്കട്ടെ. ഇൻഖിയാദിന്റെ പരീക്ഷ അള്ളാഹു നടത്തിയാൽ പ്രസംഗിക്കുന്ന നമ്മളെ കാര്യം പോട്ടെ, 100 പട്ടപൂജയായിരിക്കും. അള്ളാഹു കാകട്ടെ. അങ്ങനെ അർപ്പിക്കാൻ കഴിയണം അള്ളാന്റെ മുമ്പിൽ. എന്തെല്ലോ പ്രശ്നങ്ങൾ വരും, എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിക്കും. ആ പ്രശ്നങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെയും അള്ളാഹ്ക്ക് വേണ്ടി സബർ ചെയ്യൽ അടിമയായ എന്റെ കടമയാകുന്നു. അപ്പൊ ശൈത്താൻ ചോദിക്കും, എന്തിനാ നിങ്ങൾക്കൊരു നിലയും വരുന്നില്ലേ? ഈ ഒരു മനുഷ്യനായിട്ട് എനിക്കൊരു നിലയും വരുന്നില്ലേ? എന്തിലോ ഇങ്ങനെ അയക്കല. അതെ, ഒരു നിലയുമില്ല, ഒരു വിലയില്ല. അള്ളാന്റെ മുമ്പിൽ എനിക്കൊരു നിലയുമില്ല, ഒരു വിലയുമില്ല. കാരണം ഞാൻ ആരാണ്? അബ്ദുഹു, അവന്റെ അടിമയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ആക്കാൻ പറഞ്ഞു, ആക്കി. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹം ദുആ ചെയ്തത്. എന്ത് ദുആ? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ, പുല്ലുകളില്ലാത്ത ഭൂമിയിൽ, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ. റബ്ബന ലിയുഖീമുസ് സ്വലാഹ്, അവർ നിസ്കാരം നിർവഹിക്കാൻ. ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി എന്ന അദ്ദേഹം ചെയ്ത ദുആഇന്റെ ഇസ്തിജാബത്ത് ഇൻഖിയാദിന് കിട്ടിയ ഇസ്തിജാബത്താണ്. നമ്മൾ മനസ്സിലായോ? വമയത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജൻ, അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ അർപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. അതൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കേസല്ല. പക്ഷെ ഇബ്രാഹിം നബി ചെയ്തു, പോയി. പിന്നീട് അല്ലാഹു ഇബ്രാഹിം നബി അയക്കുന്നത് എന്തും പറഞ്ഞിട്ടാ? അർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോനെ. 3 വട്ടം അദ്ദേഹം സ്വപ്നം കണ്ടു. 3 പ്രാവശ്യം ഇബ്രാഹിം നബി സ്വപ്നത്തിൽ ഞെട്ടും. അതിൽ പറയുമില്ല, ശൈത്താൻ കാണിച്ചതാണ്. കാരണം കുഞ്ഞിനാലെ അർക്കാൻ പറയാ. 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. എന്തിന്റെ പരീക്ഷണം? അൽ ഇൻഖിയാദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മൾ സത്യം പറഞ്ഞാൽ എവിടെയാ നിൽക്കുന്നത്? നമുക്ക് മുവഹിദീങ്ങളല്ലേ, തൗഹീദിന്റെ പ്രഭാഷണം നമ്മളൊക്കെ പൊടിപൂരമായിട്ട് നടത്തുന്ന മനുഷ്യന്മാരാണ്. ഇൻഖിയാദിന്റെ പരീക്ഷയിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അർപ്പിക്കാൻ സാധിക്കുക ഉണ്ടെന്നു ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായയിൽ വിശദമായി ആ സംഭവം പറയുന്നുണ്ട്. മോനോട് എന്താ പറഞ്ഞറിയോ? ഇപ്പൊ വന്നിട്ട് മോനെ ബലികർമ്മം നിർവഹിക്കാനുണ്ട്, നമുക്ക് പോവാം. 7 വയസ്സാ ഇസ്മായിൽ, 7 വയസ്സ്. 7 വയസ്സ് മീൻസ് ആ തുള്ളിച്ചാടി നടക്കുന്ന, വികൃതി കാണിക്കുന്ന പ്രായം. ബലികർമ്മം നടത്താനുണ്ട്, മോനെ നമുക്ക് പോവാം. ഹാജറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം, ഉള്ളതിൽ നല്ലത് ധരിപ്പിക്കാൻ. ആ ഒറ്റ തുണിയേ ഉള്ളൂ, വെള്ള തുണി. സംസമിൽ ഇസ്മായിലിനെ ഹാജർ കുളിപ്പിച്ചു. അതല്ല അന്നത്തെ വെള്ളം. ബാപ്പാന്റെ കൂടെ മോൻ പോവാണ്. പോന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിനാണ് ആ മോന്റെ പോക്ക്. പക്ഷെ ഇപ്പുറത്തുനിന്ന് ബാപ്പാന്റെ മനസ്സ് കത്തുന്നുണ്ട്. കാരണം കൊണ്ടുവന്നത് അറുക്കാൻ വേണ്ടി. അത് മോനെ അറിയില്ല. മിനാ പാറക്കെട്ടിന്റെ മുകളിലെത്തി. ഇന്നും ആ സ്ഥലമാണെന്ന് പറയപ്പെടുന്നിടത്ത് ഒരു അലാമത്ത് സൗദി ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്, മദ്ബഹു ഇസ്മായിൽ. മിനാ മലന്റെ മുകളിൽ ഇസ്മായിൽ നബിനെ അറക്കാൻ കിടത്തിയ സ്ഥലം എന്ന് മറ്റൊരു അടയാളം വെച്ചിട്ടുണ്ട്. അല്ലാഹു ആലം. എന്തായാലും ആ പാറക്കെട്ടുകളിലാണ്. അതിന്റെ മുകളിലത്തെ ഇപ്പൊ മോൻ ചോദിക്കുക വാപ്പാനോട്, മൃഗത്തിലൊന്നും കാണുന്നില്ലല്ലോ, ബലികർമ്മം നടത്തല്ലേ? എന്തായിരിക്കും ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ, ഒരു ഉപ്പാന്റെ? അന്നേരാ പറഞ്ഞത്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറ. എന്താ മോനെ ചെയ്യാ?
നിന്നെ അറുക്കാൻ അള്ളാഹു പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു ക്വാളിറ്റി അറിയേണ്ടത് അറിയോ? ആ 7 വയസ്സ് വരെ ബാപ്പ ഇടക്കിടക്ക് വന്ന് കണ്ടിട്ട് പോക്കാണ്. പക്ഷെ 7 വയസ്സുള്ള മോൻ ഉപ്പാക്ക് കൊടുത്ത മറുപടി സൂറത്തു സാദിൽ അങ്ങനെ അള്ളാഹു പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ, എതിരി കാണിക്കണ്ട, എന്താണോ അങ്ങ് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളുക. ആ 7 വയസ്സുകാരൻ അങ്ങനെ പറയണമെങ്കിൽ ആ ഈമാനും ആ ഇൻഖിയാദ് എന്ന ഷർത്തും ആ മോനെ പഠിപ്പിച്ചു കൊടുത്താലായിരിക്കും. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, ഉമ്മയാണ് മക്കളുടെ മദ്രസ. ഉപ്പാക്കാ ഡ്യൂട്ടിയില്ല, ഉപ്പാന്റെ ഡ്യൂട്ടി ജോലിയാണ്, അധ്വാനമാണ്, തിന്നാൻ കൊടുക്കലാണ്, ഉടുക്കാൻ കൊടുക്കലാണ്, വീട് കൊടുക്കലാണ്. ഉമ്മാന്റെ ജോലിയാണ് തർബിയത്ത്. നിങ്ങളെ സലഫുകളായ ഉലമാക്കളുടെ, മുൻഗാമികളുടെ, താബിഈങ്ങളുടെ, താബിഈങ്ങളുടെ താരീഖ് വായിച്ചു നോക്കിയേ. എല്ലാ ഇമാമിങ്ങളുടെയും പിറകിലുള്ള തള്ളല് അവരുടെ ഉമ്മമാരാണ്. അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മയാണ് മദ്രസ. നമ്മൾ സലഫികളായ ആൾക്കാർ, തൗഹീദിന്റെ ആൾക്കാർ, നമ്മളെ പെണ്ണുങ്ങൾ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്, കുറച്ചെങ്കിലും ബോധം ഉണ്ടാവും. അല്ലാഹു തന്നെ ആക്കി തരട്ടെ. അവാമുന്നാസിന്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? കോഴിക്കോട് ബീച്ചിൽ പോയി നിന്നാൽ മതി. എത്ര മണി, എപ്പം പോകണം? വൈകുന്നേരം അല്ല, 12 മണിക്ക് ശേഷം പോകണം, അന്നേരം കാണാം. നിങ്ങളുടെ നാട്ടിലുണ്ട് ബീച്ചിൽ. ഉമ്മ എന്ത് തർബിയത്താണ് മക്കൾക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാവും. ഉമ്മയാ മദ്രസ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഉമ്മയായിരിക്കും ഏറ്റവും അധികം നിലവിളിച്ച് കരയാൻ. ഒരു കാര്യമില്ല, പലക്കാളും പൊട്ടിത്തെറിച്ച് കരയാനായിരിക്കും ഉമ്മയായിരിക്കും. പക്ഷെ ആ കരച്ചലിൽ അള്ളാഹുവിന്റെ സഹതാപം പ്രതീക്ഷിക്കേ വേണ്ട. കാരണം എന്താ അറിയോ? ഉത്തരവാദിത്വം പൂർത്തിയാക്കാതെയുള്ള കരച്ചിലാണത്. അതിന് ഗുണം ഉണ്ടാവില്ല, കാര്യം ഉണ്ടാവില്ല. ഉമ്മയെ മദ്രസ. ഇസ്മായിൽ കൂളായിട്ട് പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ, ചെയ്തോളി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിന്റെ കയ്യും കാലും കെട്ടി. പടക്കൂലേ? ഇവർക്ക് സഹോദരൻ പറഞ്ഞു, കെട്ടി എന്തിനെന്നറിയോ? ഈ മോന്റെ പടച്ചല് കാണുമ്പം ഇവിടെ കൊള്ളുക. അപ്പൊ കൽബിൽ ചെറിയൊരു വസ്വാസ് വരും. വസ്വാസ് വന്നാൽ ഇൻഖിയാദിനെതിരാവും. കൊണ്ട് കെട്ടിയിട്ട് കമിഴ്ത്തിയിട്ട് കിടത്തി, മുഖം കാണാണ്ടിരിക്കാൻ. മുഖം കണ്ടാൽ മനസ്സ് മാറും ആ പേടിയില്. ഇടത്തെ കൈ കൊണ്ട് ഇസ്മായിലിന്റെ നെറ്റിയിൽ പിടിച്ചു, ഇടത്തെ മുട്ട് ഇസ്മായിലിന്റെ മുതുകത്ത് വെച്ചു, കാലിന്റെ. എന്നിട്ട് തല പൊക്കി പിടിച്ചിട്ട് കത്തി വലത്തെ കൈ കൊണ്ട് കഴുത്തിന് വെച്ചിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു. പക്ഷെ മുടിയുന്നില്ല. ദേഷ്യം വന്നിട്ട് ആ കത്തി കൊണ്ട് അടുത്തുള്ള കല്ലിന് കുത്തി, കല്ല് പൊട്ടിപ്പോയി. ആ ഒരു കുത്തിന്റെ പവർ കൊണ്ട്, കൂവത്ത് കൊണ്ട്. പിന്നെയും വെച്ചു, മുറിയുന്നില്ല. പിന്നെ ആഞ്ഞു വെച്ചു, മുറിയുന്നില്ല. അപ്പോൾ ബേക്കെന്ന് വിളിക്കുന്നത്, യാ ഇബ്രാഹിം, യാ ഇബ്രാഹിം, അത് സദ്ദഖ്ത റുഅ്യ. അവർക്കൊന്നും വേണ്ട, ചെയ്യോ ഇല്ലയോ നോക്കിയതാണ്. ചെയ്യുമെന്ന് ഉറപ്പായി കൂട്ടിട്ട് വിട്ടുപോയി. അതാണ് ഇൻഖിയാദ്. കുഞ്ഞിനെ അറുത്തിട്ട് അള്ളാഹ്ക്ക് ഒന്നും കിട്ടാനില്ല. പക്ഷെ ഈ കുഞ്ഞിനെ അറുക്കാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നീ തയ്യാറാകുമോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അതാണ് അൽ ഇൻഖിയാദ്. അത് സുന്നത്താക്കുകയും ചെയ്തു ലോകാവസാനം വരെ. അത് സദ്ദഖ്ത റുഅ്യ, സ്വപ്നം നീ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു, ഇൻഖിയാദ് തെളിയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, യാ മുഹമ്മദ് അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഈ ഇൻഖിയാദ് കാണിച്ച ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഫോളോ ചെയ്തോളാൻ. അതുകൊണ്ട് നമ്മളെ മില്ലത്ത് ഇബ്രാഹിമാണ്. അതാണ് ഇൻഖിയാദ്, ആ അർപ്പണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇന്ന മിൻ അലാമാതി തഅദീമിൽ അംരി വന്നഹി അല്ലാ യുഹ്മലൽ അംറു അലാ ഇല്ലത്തിൻ തുദ്ഇഫുൽ ഇൻഖിയാദ വത്തസ്ലീമ ലിഅംരില്ലാഹി അസ്സ വജൽ. പൂർണ്ണമായ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അലാമത്ത്, അടയാളം, ഞാൻ ഇങ്ങനെ ചെയ്തതിനെ കൊണ്ട് എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാത്ത, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് നഷ്ടമാവും എന്ന് ഭയപ്പെടാത്ത ഇൻഖിയാദ്. നമ്മൾ മനസ്സിലായോ? അതാണ് ഇബ്രാഹിം ഇൻഖിയാദ് അലൈഹിസ്സലാം. ഒന്നും ചിന്തിച്ചില്ല. അർത്താൽ ഈ മോൻ നഷ്ടപ്പെടും, അത് 80-ാമത്തെ വയസ്സിൽ ചോദിച്ചു വാങ്ങിയ മോൻ. ചിന്തിച്ചില്ല. ഇനിയിപ്പോ കൊടുത്തതിനെ കൊണ്ട് എനിക്ക് എന്താ നേട്ടം? അതുമില്ല. കൽപ്പന വന്നു, ഞാൻ ചെയ്യുന്നു, ഖലാസ്. അതാണ് ശരിക്കുള്ള ഇൻഖിയാദ്. മാത്രമല്ല, ബൽ യുസല്ലിമു ലിഅംരില്ലാഹി തആല വഹുക്മിഹി, അള്ളാന്റെ കൽപ്പനക്കും അവന്റെ വിധിക്കും അതിനെ വിട്ടുകൊടുത്തോളാം.
അള്ളാന്റെ അമ്രാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ദുനിയാവിൽ. നമ്മൾ ചോദിക്കൂലേ, പിന്നെ ഈ 6-ാം നൂറ്റാണ്ടിന്റെ പഴയ സംസ്കാരമായിട്ട് തള്ളിക്കളയുന്ന പല സംഗതികളുണ്ട്. പുതിയ കാലത്തെല്ലാം എല്ലാം വരുമോ? അതിനെപ്പറ്റി ചിന്തിക്കുന്നവൻ ഇൻഖിയാദ് എന്ന ഷർത്ത് പൂർത്തിയാക്കിയവനല്ല. അതാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിന്റെ പിറകിലുള്ള ഹിക്മത്ത് അവന് മനസ്സിലായാലും ഇല്ലെങ്കിലും ഹിക്മത്ത് അല്ലാഹുക്ക് എന്തായാലും ഉണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അത് അല്ലാഹുക്കറിയാം, നിങ്ങൾക്കറിയില്ല. ശരിക്കുള്ള ഇൻഖിയാദ് ആ ഹിക്മ ഫഇൻ ളഹറത് ലഹു ഹിക്മത്തു ശർഇ ഫി അംരിഹി വനഹിഹി. പന്നിന്റെ ഇറച്ചി എന്താ തിന്നാത്ത? അള്ളാഹു പറഞ്ഞിട്ട്. അതാണ് മുഅ്മിന്റെ മറുപടി. അതാണ് ഇൻഖിയാദുള്ള മുവഹിദിന്റെ മറുപടി. അല്ലാണ്ട് പന്നിയുടെ ഇറച്ചിയെ പറ്റി മറ്റേ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയപ്പോൾ അങ്ങനെ ഇങ്ങനെയുണ്ട്, അതൊന്നും ഒരു മുവഹിദിന് കേൾക്കന്നെ വേണ്ട. ആ ചർച്ചയില്ല, ആ വർത്താനമില്ല. പന്നി ഇറച്ചി അള്ളാഹു ഹറാമാക്കി, അതുകൊണ്ട് ഞാൻ തിന്നൂല, അത്രയുള്ളൂ. കള്ള് അള്ളാഹു ഹറാമാക്കി, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. അപ്പൊ പിന്നെ ആയത്ത് കൊണ്ടുവരും നമ്മൾ. അള്ളാഹു പറഞ്ഞല്ലേ, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പൊ ഉപകാരപ്രദമായി അങ്ങനത്തെ ചർച്ചയൊന്നും ഒരു മുവഹിദിന്റെ മുന്നിലില്ല. അതുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഇൻ ളഹറത് ലഹു, അവന് വ്യക്തമായാലും ശരി, എന്ത്? ഹിക്മത്തു ശർഇ, അത് നിയമമാക്കിയതിന്റെ പിറകിലുള്ള കാര്യം, ഫി അംരിഹി വനഹിഹി, എന്തുകൊണ്ട് കൽപ്പിച്ചു, എന്തുകൊണ്ട് നിരോധിച്ചു എന്നതിന്റെ പിറകിലുള്ള ഹിക്മത്ത് അവന് പ്രകടമായാലും ശരി, അതവന് പ്രകടമായിട്ടില്ലെങ്കിലും ശരി, അവൻ എന്ത് ചെയ്തോളൂ, അത് അങ്ങ് ഫോളോ ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞാൽ അൽ ഇൻഖിയാദ്. അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ അതിന്റെ നേരെ വിപരീതം എന്താ അറിയോ? ഇൻഖിയാദിന്റെ അത്തർക്കു. എന്താ തർക്കിനർത്ഥം? ഒഴിവാക്കുക. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അർപ്പിക്കുക, തർക്ക് ഒഴിവാക്കുക. ഹിക്മത്ത് നോക്കിയിട്ട് കാലത്തിനനുസരിച്ച് അതൊരിക്കലും ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞു സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ ആയത്ത്, നമുക്ക് ഒരുപാട് കേട്ട ആയത്താണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അതാണ് ഇൻഖിയാദ്. ഫലാ വറബ്ബിക, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. അല്ലാഹു അവന്റെ ദാത്തിനെയാണ് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, ആരാവൂല, മുഅ്മിനാവൂല. അല്ലാഹു പറയും ഏതുവരെ? ഹത്താ യുഹക്കിമൂക, നിങ്ങളെ അവർ ഹാക്കിമാക്കുന്നവരെ, വിധികർത്താവാക്കുന്നത് വരെ. എന്ത് കാര്യത്തിൽ? ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ. എന്നിട്ടോ നിങ്ങൾ ഒരു വിധി പറഞ്ഞു കൊടുത്താൽ ثم لا يجدوا في أنفسهم حرجا مما قضيت, നിങ്ങൾ ആ വിധിച്ചു കൊടുത്ത കാര്യത്തിൽ അവരുടെ മനസ്സിൽ അവർക്ക് യാതൊരു സങ്കോചവും ഉണ്ടാവില്ല. വയുസല്ലിമൂ തസ്ലീമാ, പൂർണ്ണമായും അവരത് ഏറ്റെടുക്കുകയും ചെയ്യും. അതാണ് അൽ ഇൻഖിയാദ്. അതൊരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം. ഹദീസ് സഹീഹാണ്, പക്ഷെ നമുക്ക് എന്താന്നില്ല, ഈച്ചന്റെ ഹദീസ് പോലെ. ഈച്ചന്റെ ഹദീസ് സഹീഹായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസല്ലേ. ഈച്ച വെള്ളത്തിൽ വീണാൽ മുക്കണം. ഇവിടെ ഇൻഖിയാദിനെതിരെ വരുന്ന ഒരു സംഗതി എന്താ അറിയോ? ഒരാൾ ഈ ഹദീസ് കണ്ടപ്പോ പരിശോധനയ്ക്ക് വിധേയമാക്കി. എൻ്റെ ഉപ്പ പറഞ്ഞിട്ട് ലാബിലേക്ക് അയച്ചു എന്നാണ്. ഈ ഹദീസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഹദീസിനെ ലാബിലേക്ക് അയച്ചു. ലാബിൽ നിന്ന് റിസൾട്ട് വന്നു, ആ സംഭവം ശരിയാണ്. ഈച്ചന്റെ ഒരു ചിറകില് വിഷവും മറ്റേ ചിറകില് പിന്നെ മരുന്നുണ്ട്. അതെപ്പോഴും കുത്തി വീഴുന്ന ചിറക് അതിന്റെ വിഷമുള്ള ചിറക് ആയിരിക്കും. പഠന റിപ്പോർട്ട് എങ്ങനെയാണ്? ഈച്ച എങ്ങനെ വീണാലും ആദ്യം കുത്തുന്നത് ആ വിഷമുള്ള ചിറക് കുത്തിയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവന്റെ ഈമാൻ പോയി. ഒരു ഷർത്തുണ്ടാക്കി അവിടെ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് ശരി തന്നെ. അപ്പൊ എനിക്ക് ഓക്കെ ആണ്. എപ്പം ശാസ്ത്രം അത് തെളിയിച്ചപ്പം അവൻ എന്തില്ല? ഇൻഖിയാദില്ല. സഹാബാക്കൾക്ക് കാലത്ത് ഈ ലാബില്ല. സഹാബത്തിന്റെ കാലത്ത് ഇത് പറഞ്ഞു കൊടുക്കാനും പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല. എന്നിട്ടും അവരെന്ത് ചെയ്തു? അത് വിശ്വസിച്ചു. മറ്റൊരു ഹദീസ് ഉണ്ട്, ഹദീസു അസ്സാദിഖിൽ മസ്ദൂഖ്. ആ പേരിലാണ് ഹദീസ് പ്രസിദ്ധമായത്.
ഇമാം നവവി റഹ്മഹുല്ലാഹ് അർബഊൻ അൻ-നവവിയിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. അദ്ദേഹം പറയാണ്, അഖ്ബറന അസ്സാദിഖുൽ മസ്ദൂഖ്, സാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. എന്താണ് സാദിഖ്? സത്യസന്ധൻ. മസ്ദൂഖ് സത്യമാക്കപ്പെടുന്നവൻ. മനസ്സിലാക്കണേ. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖാണ് വ്യക്തിപരമായി. ആ പ്രവാചകൻ ആരിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് അവരാൽ സത്യമാക്കപ്പെടുന്ന ആളുമാണ്. അപ്പൊ ഇവരാരായി? മനസ്സിലായില്ല. മഫൂലാണ് മസ്ദൂഖ്. സത്യമാക്കപ്പെട്ടവൻ ആരാൽ? മനസ്സിലായില്ല. ഒരു മിനിറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖാണ്, സത്യസന്ധൻ, വ്യക്തിപരമായി സത്യസന്ധനാണ്. മസ്ദൂഖും ആണ്, സത്യമാക്കപ്പെടുന്നവനും ആണ്. അഥവാ ആ റസൂൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്നവര് സത്യമാക്കൂന്നർത്ഥം. മനസ്സിലായോ? അതായത് സഹാബാക്കൾ ഈ റസൂൽ എന്ത് പറഞ്ഞു കേട്ടാലും അംഗീകരിക്കും. അങ്ങനത്തെ പ്രവാചകൻ.
Faizan? ഓൺലൈൻ ആയിക്കോട്ടെ, പോസ്റ്റാക്കിയിട്ടേ. ശരി, കേട്ടോളി. عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق. صادق مصدوق മായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അന്നാണ് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് സഹാബത്തിനെ കേൾപ്പിക്കാൻ, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസം ബീജമായി ഒരുമിച്ച് കൂട്ടപ്പെടും. ثم يكون علقة مثل ذلك. പിന്നീട് അതുപോലെ 40 ദിവസം ചോരക്കട്ടയായി മാറും. ثم يكون مضغة مثل ذلك. പിന്നെ അതുപോലെ അടുത്ത 40 ദിവസം മാംസപിണ്ഡമായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും. ثم يرسل إليه الملك. പിന്നെ അങ്ങോട്ടൊരു മലക്കിനെ അള്ളാഹു അയക്കും. എങ്ങോട്ട്? മലക്കിന്റെ വലിപ്പം എത്ര? ഇങ്ങനെ ചോദിക്കുക. മലക്കിന്റെ ഒരു ചെവിക്കുറ്റിയും തോളും തമ്മിൽ 700 കൊല്ലത്തെ വഴുതൂരുണ്ടെന്ന ഹദീസിലുള്ളത്. അങ്ങനത്തെ ഒരുത്തൻ എങ്ങനെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് പോവുക? ആ ചോദ്യം മുവഹിദിന്റെ ചോദ്യമല്ല. ഫയൻഫുഖു ഫീഹി റൂഹ്. എന്നിട്ട് എന്ത് ചെയ്യും? റൂഹ് ഊതും. വയുഅ്മറു ബിഅർബഇ കലിമാത്തിൻ. 4 കാര്യങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കപ്പെടും. ബികത്ബി റിസ്ഖിഹി. ആ മലക്കിനോട് അവിടെ വെച്ച് കൽപ്പിക്കപ്പെടും. ബികത്ബി റിസ്ഖിഹി. ആ കുഞ്ഞിന്റെ റിസ്ഖ് എഴുതാൻ. എത്ര കാലം ജീവിക്കും, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് എഴുതണം, എല്ലാം. വഅജലി. അവന്റെ അജല്, അവധി, എപ്പോൾ മരിക്കണം. വഅമലി. അവന്റെ അമലുകൾ, എന്ത് ചെയ്യണം. വശഖിയ്യുൻ അം സഈദ്. വിജയിയാണോ പരാജയപ്പെട്ടവനാണോ? ഇത് ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള സമയത്ത് തന്നെ തീരുമാനിക്കപ്പെടും. സഹാബത്ത് എന്ത് ചെയ്തു? ഇത് പറയുമ്പോൾ അല്ല റസൂൽ, ഒരു ഡൗട്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം 40 ദിവസമാണെന്ന്? എപ്പോഴാ റൂഹ് മുതല്? 4 മാസമാകുമ്പോ അല്ലേ? 40 ഇത്രയും 120 ദിവസം. കറക്റ്റ്. ഇപ്പൊ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു 4 മാസത്തിനുള്ള. ഇത് അന്നേ ആര് പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. സഹാബത്തിന് ഒരു ഡൗട്ടും ഇല്ല ആ കാര്യത്തിൽ. അവർക്ക് ഇതൊന്നും പരിശോധിക്കാനോ ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനുള്ള സംവിധാനവും ഇല്ല. പറഞ്ഞത് സാദിഖാണ്, നമ്മളത് സത്യമാക്കുന്ന ആൾക്കാരുമാണ് മുവഹിദുകൾ. അല്ല അങ്ങോട്ടും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല. അതാണ് ശരിക്കും ഒരു മുവഹിദ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ച് ഒരു കാരണവശാലും അത് പറ്റില്ല. ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണെന്ന് ബോധ്യമായാൽ, സ്വഹീഹാണെന്ന് ബോധ്യമായാൽ, പിന്നെ ആ വിഷയത്തിൽ നമുക്ക് എന്തില്ല, ചർച്ചയേ ഇല്ല. അതാണ് അൽ ഇൻഖിയാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ സൂറത്തുൽ നിസാഇന്റെ 65-ാമത്തെ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു. ഐ ഹക്കമൂക. അവർ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കും അവരുടെ ദീനിന്റെ വിഷയത്തിൽ. എന്നിട്ട് താങ്കൾ അവരോട് ഒരു വിധി പറഞ്ഞാലോ യുതീഊനക ഫീ ബവാതിനിഹിം. അവര് പുറമേ വെറുതെ തലകുലുക്കൽ മാത്രമല്ല, അവർ ഉള്ളുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അനുസരിക്കും. അത് പറഞ്ഞ അതെന്ത് ഞാൻ പറഞ്ഞെന്നറിയോ? ഇപ്പം പല ആൾക്കാരും സമ്മതിക്കുന്നുണ്ട്, ഈച്ചന്റെ ഹദീസും മറ്റേ ഹദീസും ഒക്കെ പുറമെ. എന്തുകൊണ്ട്? സംഘടന അങ്ങനെയല്ലേ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ ആകട്ടെ. നോ, ഫീ ബവാതിനിഹിം. അവർ അംഗീകരിക്കുന്നത് പുറമെ തലകുലുക്കിയിട്ടല്ല, അവരെ ഉള്ളുകൊണ്ട് അവർക്കത് സമ്മതമാണ്. കാരണം അവർ മുവഹിദുകളാണ്. അവർ കലിമത്തു തൗഹീദിന്റെ ഷർത്ത് പാലിക്കുന്ന ഇൻഖിയാദുള്ള മുവഹിദുകളാണ്. അതുകൊണ്ട് അവർക്ക് അതിലൊരു ഡൗട്ടില്ല, ഒരു സംശയമില്ല, ഒരു ചൊറിച്ചലും അവർക്കില്ല. ഫീ ബവാതിനിഹിം. അവരെ ഉള്ളുകൊണ്ട് തന്നെ അവർ താങ്കളെ അനുസരിക്കും. ഫലാ യജിദൂന ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഹകംത ബിഹി. നിങ്ങൾ എന്താണോ അവർക്ക് പറഞ്ഞു കൊടുത്തത് ആ വിഷയത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു വൈമനസ്യം ഉണ്ടാവില്ല. മുവഹിദിന് അതുണ്ടെങ്കിൽ ഇൻഖിയാദിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്.
വയൻഖാദൂന ലഹു ഫിൽ ളാഹിരി വൽ ബാത്തിൻ, ഉള്ളിലും പുറത്തും അവർ അതിന് ഇൻഖിയാദ് ചെയ്യും. ഫയുസല്ലിമൂന ലിദാലിക തസ്ലീമൻ കുല്ലിയ, പൂർണ്ണമായും അവർ അംഗീകരിക്കും. മിൻ ഗൈരി മുമാനഅത്തിൻ വലാ മുദാഫഅത്തിൻ വലാ മുനാസഅ, ഒരു തടസ്സമില്ല, ഒരു വാദമില്ല, ഒരു തർക്കമില്ലാതെ അങ്ങ് പറഞ്ഞതിനെ അവര് ഉൾക്കൊള്ളും. അതാണ് ഇൻഖിയാദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുവഹിദായി ജീവിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള സംഗതിയാണ്. കാരണം തൗഹീദിന്റെ കൂലി സ്വർഗമാണ്. സ്വർഗം വെറുതെ കിട്ടുന്നൊരു സ്ഥലം അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവൂല, ഹത്താ യകൂന ഹവാഹു, അവന്റെ ഹവ ആകുന്നത് വരെ, തബഅൻ ലിമാ ജിതു ബിഹി, ഞാൻ എന്താണോ കൊണ്ടുവന്നത് അതിനെ ഫോളോ ചെയ്യുന്നവൻ ആകുന്നത് വരെ. അത് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. വൻഖിയാദുള്ള മുവഹിദാണെങ്കിൽ ഖാല അല്ലാഹ് സമിഅനാ വഅതഅനാ വഖാല റസൂലുള്ളാഹ് സമിഅനാ വഅതഅനാ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ 4 ഷർത്തുകൾ. ഇത് പറയലല്ല, കേൾക്കലല്ല. ഉലമാക്കളെല്ലാം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇതൊന്നും അക്കമിട്ട് എണ്ണി മനപ്പാടം പഠിച്ചു വെക്കാനുള്ളതല്ല. മുവഹിദായി ജീവിക്കേണ്ട നമ്മൾ ജീവിതത്തിൽ നേരെയാക്കാൻ ഉള്ള സംഗതികൾ. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദ്. 4 ബാക്കി ഇത്ര 3 ഏതൊക്കെ? അസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മുഹബ്ബ. അടുത്ത ആഴ്ച അത് തീർക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ എൻ്റെ അടുത്ത ആഴ്ച നോമ്പായി. അപ്പൊ എന്ത് ചെയ്യും? നോമ്പിന് ഞാനും ഉണ്ടാവില്ല. അതാണ് റമദാന് ശേഷം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.